ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും അനിയും കൂടെ വാടാനപ്പള്ളി പോണേണ്, അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോണേ കേട്ടോ. നമ്മുടെ കുഞ്ഞു ബേബീനെ കാണാൻ വേണ്ടി പോണേണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഒരു മണിയായി ജങ്കാറ് ചെട്ടി വന്നപ്പോഴത്തേക്കും ജങ്കാറും വിട്ടുപോയിട്ടാ. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷമാണ് നമുക്ക് ജങ്കാറ് കിട്ടിയത്. അപ്പോൾ അതേ ജങ്കാറ് വന്ന് നമ്മളതിൽ കയറി നിൽക്കണേ കേട്ടോ. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് വിടണം. അപ്പോൾ അതേ ജങ്കാറ് വിട്ടു. അപ്പോൾ കൊച്ചിയിൽ നിന്നും വൈപ്പിലേക്കുള്ള ആ യാത്ര അതറിയണത് വളരെ മനോഹരമാണ്. നിങ്ങൾ അന്നയും റസൂലും മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവുക ആ ഒരു യാത്രേൻ്റെ ആ ഒരു ഭംഗി. അപ്പോൾ അതേ നമ്മുടെ ആ പ്രകൃതി രമണീയമായ കാഴ്ച കാണാൻ തന്നെ എന്ത് രസമുള്ളേ. അപ്പോൾ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കണേണ്, വൈപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കണേണ് കേട്ടോ. ചെറുതിൽ ഉമ്മച്ചിൻ്റെ നാട്ടിലേക്ക് പോണത് ഇതേപോലെ ജങ്കാറിൽ, ഒന്നില്ലെങ്കിൽ ജങ്കാറിൽ അല്ലെങ്കിൽ ബോട്ടിൽ കയറിയായിട്ടായിരിക്കും കേട്ടോ. എനിക്ക് ബോട്ടിൽ കയറാൻ ഭയങ്കര പേടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബോട്ട് കിടന്നിങ്ങനെ ആടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ചെറുതിൽ. അപ്പോൾ പകരം ഞാൻ എന്ത് ചെയ്തു, ജങ്കാറുണ്ടെങ്കിൽ ജങ്കാറിലായിരിക്കും ഫസ്റ്റ് കയറി പോണത്. ഇപ്പം പിന്നെ ബോട്ടില്ല, ജങ്കാറ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിത് ഏകദേശം എത്താറായിട്ടാണ്. നല്ല കാറ്റുണ്ട്, എന്ത് രസമാണെന്ന് അറിയാമോ ഈ ഒരു യാത്ര എന്ന് പറയണത്. ഭയങ്കര ആ ചെറുതിലെയുള്ള ആ ഓർമ്മകളിലേക്ക് പോകും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അതേ നമ്മുടെ കടലിൽ കൂടെ ഫിഷിങ്ങനെ വലിയ സ്രാവാണോ എന്താണെന്നറിയില്ല, വലിയ മീനാണേ, എന്തോ വലിയ മീനാണ് കേട്ടോ. അതിങ്ങനെ പൊങ്ങണുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ ഭയങ്കര മനോഹരം കേട്ടോ. ഇങ്ങനെ നോക്കിക്കാൻ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ വൈപ്പിൻ ചെട്ടിയിലെത്തി നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേണ്. വാടാനപ്പള്ളിയിലേക്കാണ് കേട്ടോ പോണത്. എന്തായാലും കുറച്ചധികം തന്നെ യാത്രയുണ്ട്. അവിടെ രാവിലെ ഇറങ്ങാൻ പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ പിന്നെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും 1 മണിയൊക്കെ കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും. പിന്നെ ബോട്ട് കിട്ടി അക്കരെ കടന്നപ്പോഴത്തേക്കും 1:45 കഴിഞ്ഞു. പിന്നെ ഇപ്പോഴത്തെ ചൂടിന് ഈ ഉച്ച സമയത്തുള്ള ആ യാത്ര ഉണ്ടല്ലോ, വല്ലാത്ത വൈബാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈബ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈവേ വഴി പോയില്ല കേട്ടോ, ബീച്ച് റോഡ് വഴിയാണ് പോയത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേബീനെ കണ്ടു. ബേബി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ എത്തിയ സമയമാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 4 മണിക്ക് തന്നെ എത്തി. രാവിലെ ഇറങ്ങാൻ പറഞ്ഞതാണ് കേട്ടോ അവൾ. അപ്പോൾ ഉച്ചയോട് കൂടി അവിടെ എത്തുമല്ലോ എന്നുള്ള ഇതിൽ. പക്ഷേ നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഇറങ്ങി വൈകിട്ടായപ്പോഴത്തേക്കും എത്തി. അങ്ങനെ 4 മണി കറക്റ്റ് ആ ഒരു ടൈമിലാണ് എത്തിയത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ബേബീനെ കുറച്ച് പുന്നാരിക്കൊക്കെ ചെയ്തിട്ട് അവർ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, എണീപ്പിക്കാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. സാധാരണ ഈ ടൈമിന് ഉറങ്ങില്ലെന്ന് പറഞ്ഞു, പക്ഷേ എന്താണെന്നറിയില്ല, നമ്മൾ വരുമെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ട് ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ഉറങ്ങി കിടക്കണ കാണുമ്പോൾ നമുക്കങ്ങനെ എണീപ്പിക്കാനൊന്നും തോന്നില്ലല്ലോ, കുഞ്ഞല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ശല്യപ്പെടുത്തിയൊന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം കൊച്ചിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് അങ്ങനെ വീട്ടുവിശേഷങ്ങളും കുടുംബവിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തൊക്കെ അങ്ങനെ ഇരുന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അങ്ങനെ ചിലവഴിച്ച ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു 6 മണിയായപ്പോഴത്തേക്കും ഇറങ്ങി. ഇന്നിപ്പോൾ രാത്രിയാവും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് ബീച്ച് റോഡ് വഴിയാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നതും നമ്മൾ ബീച്ച് റോഡ് വഴി തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഹൈവേയിൽ ഇങ്ങനെ ബ്ലോക്കും അതേപോലെ തന്നെ അവിടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല പൊടിയും തിരക്കൊക്കെയാണ്. അപ്പോൾ പിന്നെ അതിലെ കൂടി പോകേണ്ട, ബീച്ച് റോഡ് വഴി ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, നല്ല ശാന്ത സുന്ദരമായിട്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്ത് പോകാം. പിന്നെ അതുപോലെ കാണാനുള്ള ഈ ബീച്ച് സൈഡിൽ കൂടെയുള്ള ആ ഒരു യാത്ര ഉണ്ടല്ലോ, വേറെ ലെവൽ വൈബ് തന്നെയാണ്. അപ്പോൾ ഈ ബീച്ചിൻ്റെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹതീരം ബീച്ച് എന്നാണ് കേട്ടോ. അറിഞ്ഞ് പേരിട്ട പോലെ സ്നേഹതീരം ബീച്ച് എന്ന്. അത്രയും മനോഹരമാണ്. നീണ്ട് നിവർന്നങ്ങനെ കിടക്കണേണ്, ഒരറ്റം മുതൽ ഒരറ്റം വരെയുണ്ട്. അങ്ങനെ അത്രയും നീളത്തിൽ അങ്ങനെ കിടക്കണേണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ആ സമയത്ത് കണ്ടിട്ടാ. അതേപോലെ തന്നെ ലോങ്ങിൽ നിന്നും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇങ്ങനെ വണ്ടികളൊക്കെ കിടക്കണ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. നല്ല മനോഹരമായിട്ടൊരു ബീച്ചാണ്. അങ്ങനെ നമ്മൾ വരണ വഴിക്ക് ഉമ്മച്ചിൻ്റെ നാട്ടിലിറങ്ങി അഴീക്കോട്, എൻ്റെ ഉമ്മച്ചിൻ്റെ നാട്ടിൻ്റെ പേരാണ് കേട്ടോ അഴീക്കോടെന്ന്. ആദ്യം വിചാരിച്ചത് നേരം വൈകണമെന്നുണ്ടെങ്കിൽ ഇറങ്ങണ്ട എന്നുള്ള
പ്ലാനായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് അമ്മായിനെ കണ്ടിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട്, അമ്മായിക്ക് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഇക്കാക്കാൻ്റെ മോളാണ് കേട്ടോ ഇത്. നമ്മളെ കണ്ട പാടെ അവളുടെ എന്താണ് കളി സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കലും കൂടി ആയല്ലോ ഈ സാധനങ്ങളൊക്കെ, നമ്മളെ കാണിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ അവൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. പിന്നെ അവളോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കണമായിരുന്നു ഞാൻ. അപ്പോൾ കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കാൻ നല്ല രസമുള്ള, അവരുടെ വർത്തമാനമൊക്കെ കേൾക്കാൻ നല്ല രസമാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനെ കുട്ടികളോട് ഓരോന്ന് ഇങ്ങനെ ചോദിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവളോട് കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ ഇരുന്നിട്ടാ. അപ്പുറത്തേക്ക് പോവാ, എല്ലാവരും അപ്പുറത്തേക്ക് പോയിട്ട് നീ അന്നുണ്ടാ കൊച്ചിക്ക് അന്നുണ്ടാ എന്താണിത് കിണ്ണത്തപ്പോ? ഞാനിന്നോട് പറഞ്ഞോളൂ കിണ്ണത്തപ്പത്തിന്റെ കാര്യം. മൂത്തുമ്മ ഉണ്ടാക്കിക്കൊണ്ടല്ലോ. മൂത്തുമ്മാനെ മിസ് ചെയ്തായിരുന്നു. ഇന്ന് ബറാത്തിരാവല്ലേ കിണ്ണത്തപ്പോ കറിയാണ് എന്റെ മനസ്സിലിങ്ങനെ വരേണ്ടത്. വീട്ടിലില്ലാത്ത കാരണം കറി ഉണ്ടാക്കില്ല. നാളെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അനി അനി വേണ്ട കടിക്ക് ഇതില് കടിക്ക്. നല്ല മോള് കടിക്കടി. എന്താടാ വെത്തിലടേ? അതെന്താണ്? സാധാരണല്ലേ അതിനെ വെത്തിലടാ. അത് കറികല്ല. ഇത് വാഴന്റെ ഇലയില് നമ്മളെ സാധാരണ വെത്തിലാന്ന് തേങ്ങയും പഞ്ചസാരൊക്കെ ഇട്ട് ഉണ്ടാക്കണതല്ലേ? ശർക്കര തേങ്ങ ഇട്ടിട്ട്. പക്ഷെ പേര് പറഞ്ഞ വെത്തിലടാ. പൊരുത്തില് വെത്തിലല്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടാ. ഞാനിത് റിസ്റ്റാനോട് പറഞ്ഞോളത് ഇന്നത്തപ്പത്തിന്റെ കാര്യം. മുത്തുമ്മ അവിടെ കൊണ്ടുവരുമല്ലോ ഉണ്ടാക്കിയിട്ട്. ബറാത്ത് രാവിന് എൻ്റെ മൂത്തുമ്മ കൊണ്ടുവരോട്ടെ ഇങ്ങനെ കിണ്ണത്തപ്പം ഉണ്ടാക്കിയിട്ട്. എൻ്റെ പോലും അതിൻ്റെ ടേസ്റ്റ് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല, അത്രയും രുചിയാണ്. അപ്പോൾ ഈ ഇലയുടെ ഉണ്ടല്ലോ ഇവിടെ എന്താ പറയുക, വെറ്റില് അങ്ങനെ എന്തോ ആട്ടാ പറഞ്ഞത്. ഞാൻ കേട്ടത് വെറ്റിലടാന്നാണ് ഞാൻ കേട്ടത്. ഞാനതന്നെ പറയാം, വെറ്റിലട ഏതെന്താണത് ഇങ്ങനെ പറയണത്? വെറ്റില വെച്ചിട്ടൊന്നല്ലല്ലോ ഉണ്ടാക്കിക്കണം, പിന്നെന്താണ് ഇങ്ങനെ പറയണത്? പക്ഷെ കേട്ടതിൻ്റെ പ്രശ്നമാണ്. എന്താണ് പെരുത്തിലടാന്നാ അങ്ങനെയാണ് അവിടെ പറയണത് കേട്ടോ. അങ്ങനെ അടയൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നാത്തൂര് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് രണ്ടും. അമ്മായിക്ക് പാടില്ലാത്ത കാരണം പിന്നെ അവളായി ഉണ്ടാക്കിയത്. ബറാത്തിരാവായതുകൊണ്ട് പിന്നെ കിണ്ണത്തപ്പൊക്കെ ഇവിടെ എന്താണ് ഉമ്മച്ചിൻ്റെ ആ നാട്ടിൽ കിണ്ണത്തപ്പമാണ് മെയിൻ, പിന്നെ അടയൊക്ക. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ അമ്മായി ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട അമ്മായി ചായ എടുക്കണ്ട, ഞങ്ങൾ 4 മണിക്കാണ് ഫുഡ് കഴിച്ചത്. പിന്നെ അതുപോലെ പോരായിട്ട് ചായ കൂടി കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഫുഡ് ചായ എടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ കിണ്ണത്തപ്പം കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് കഴിച്ചു. പിന്നെ അതൊക്കെ എന്താണ് പിന്നെ ഭയങ്കര വിഷമായിരിക്കുമല്ലോ നമ്മൾ വീട്ടിലെത്തുമ്പോൾ. തിന്നാൻ മതിയായിരുന്നു എന്ന് തോന്നട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ടാ 2 പീസൊക്കെ എടുത്ത് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നോക്കാൻ നേരത്ത് എന്താണ് അവിടെ ബറാത്തിരാവിൻ്റെ സ്പെഷ്യൽ ആയ അരിപ്പത്തിരി ബീഫ് കറിയും കൊണ്ടുവന്ന് വെച്ചത്. എൻ്റെ പൊന്നോ, അവിടുത്തെ ബീഫ് കറിയൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് നാട്ടിൻപുറത്തെ ബീഫ് കറി കഴിക്കണവർക്ക് അറിയാൻ പറ്റും, അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ മാമ പുറത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മാമാൻ്റെ വക പൊറോട്ടയും വാങ്ങിച്ചു വിടാന്ന്. അപ്പോൾ പിന്നെ മുഴുവനായി. എൻ്റെ പൊന്നോ, പൊറോട്ട സാധാരണ അരിപ്പത്തിരി ഇടിയപ്പമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ട ഉണ്ടെങ്കിൽ ഞാൻ പൊറോട്ടയാണ് കഴിക്കണത്. പക്ഷേ വയറില്ലാത്തതുകൊണ്ട് നമ്മൾ അരിപ്പത്തിൽ
അരിപ്പത്തിരി തന്നെ ഒതുക്കി അങ്ങനെ നല്ല അടിപൊളി ബീഫ് കറിയും കൂട്ടി അങ്ങോട്ട് കഴിച്ചു. അതിൻ്റെ പൊന്നു രണ്ട് പത്തിരി ഇടണമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും 2 പത്തിരി കൂടി ആ കറീൻ്റെ ടേസ്റ്റും പത്തിരീൻ്റെ ടേസ്റ്റൊക്കെ കാരണം പിന്നെയും ഒരു 3-4 പത്തിരി അങ്ങോട്ട് കഴിച്ചപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഒരു ലെവലായി. വീട്ടിൽ ചെന്നാൽ ഒന്നും കഴിക്കണ്ട ആ ഒരു പരിപാടി കേട്ടോ. ലേറ്റായിട്ട് ഫുഡ് കഴിച്ചെങ്കിലും ഉള്ളതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അമ്മായി കിറ്റിയിൽ ഉമ്മാക്ക് വേണ്ടിയിട്ട് കുറക്കാപ്പുളിയും അതായത് കുടംപുളിയും പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാനാണ്. ഇനിയിപ്പോൾ വേറെ എവിടെ ഇറങ്ങണില്ല കേട്ടോ. ഇറങ്ങാൻ ഒരുപാട് സ്ഥലമുണ്ട്, മാമാൻ്റെ വീടൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ലേറ്റായല്ലോ, ഓൾറെഡി ലേറ്റായി. ഇനി കയറി കഴിഞ്ഞാൽ പിന്നെ ജങ്കാറ് കിട്ടൂല. ലാസ്റ്റ് ജങ്കാറിലാണ് കേട്ടോ നമ്മൾ കയറിയത്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണേണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.